ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്ര അന്തരിച്ചു. 89 വയസ്സായിരുന്നു. മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 6 പതിറ്റാണ്ടുകാലം ബോളിവുഡിലെ നിറസാന്നിധ്യമായിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ ചെയ്യുന്നു. ശ്രീനാഥ്, എപ്പോഴായിരുന്നു അന്ത്യം? വിവരങ്ങൾ. സുഹേല്, ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുടുംബം ഇതുമായി ബന്ധപ്പെട്ട സമയമടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കാം എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും മൃതദേഹം വിലേപാർലയിലെ ശ്മശാനത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രമുഖർ പലരും കുടുംബാംഗങ്ങളോടൊപ്പം ഇതിനോടകം തന്നെ ശ്മശാനത്തേക്ക് എത്തിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ നടക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സൽമാൻ ഖാൻ അടക്കമുള്ള താരങ്ങൾ എത്തിയിട്ടുണ്ട്. നേരത്തെ സഞ്ജയ് ദത്ത് അടക്കം, ആമിർ ഖാൻ അടക്കമുള്ള, ആദിത്യ റോയ് കപൂർ, സലീം ഖാൻ നിർമ്മാതാവ് അടക്കമുള്ളവർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഹേമമാലിനി അടക്കമുള്ള കുടുംബാംഗങ്ങളും സംസ്കാര ചടങ്ങുകൾക്കായി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചടങ്ങുകൾ തുടങ്ങി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 പതിറ്റാണ്ട് കാലം ബോളിവുഡിനെ നിറസാന്നിധ്യമായി, ബോളിവുഡിലെ ഒരു ജീവിക്കുന്ന ഇതിഹാസം എന്ന രീതിയിൽ തന്നെ അറിയപ്പെട്ടിരുന്ന ആളാണ് ധർമ്മേന്ദ്ര എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ആരോഗ്യനില കഴിഞ്ഞ കുറച്ച് നാളുകളെ അല്പം മോശമായിരുന്നു. ഒക്ടോബർ അവസാനത്തോടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാവുകയും ശ്വാസതടസ്സം അദ്ദേഹത്തെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കുറച്ച് പുരോഗതി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ വഷളാവുകയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ആ നിലയിൽ തന്നെ അത് തുടരുകയുമായിരുന്നു. പിന്നീട് വെന്റിലേറ്ററിന്റെ സഹായത്തിൽ അദ്ദേഹത്തെ മാറ്റി. പിന്നീട് വീട്ടിലും വെന്റിലേറ്റർ സഹായമടക്കം ഒരുക്കിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണവും സ്ഥിരീകരിച്ചിരിക്കുന്നു. ബോളിവുഡിന്റെ ഹീമാൻ എന്നറിയപ്പെടുന്ന ധർമ്മേന്ദ്ര 60കളിലാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് എത്തുന്നത് നമുക്കറിയാം. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് എങ്ങനെയാണ് ബോളിവുഡിന്റെ നെറുകയിലേക്ക് എത്താൻ കഴിയുക എന്നത് പലരുടെയും വലിയ സ്വപ്നമാണ്. ആ ഒരു സ്വപ്നം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി കാണിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. 60കളിൽ അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം തുടങ്ങുകയും പിന്നീട് അദ്ദേഹം 70കളിൽ ഒരു സൂപ്പർ ഹീറോ, ആക്ഷൻ ഹീറോ ആയി മാറുകയും പ്രണയ നായകനിൽ നിന്ന് ആക്ഷൻ ഹീറോയിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റവുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ അടുത്താണ് ഷോലയുടെ 50ാം വാർഷികം വലിയ തോതിൽ ആഘോഷിച്ചത്. അതിൽ ജയ്യും വീരുവുമായി അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും ഒരുമിച്ച് അഭിനയിച്ച ആ രംഗങ്ങൾ അത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ്, ഹിറ്റ് കോംബോകളിൽ ഒന്നാണ്. പിന്നെയും ഇന്ത്യൻ സിനിമയിൽ ആ കോംബോ നമ്മൾ കണ്ടതാണ്. പക്ഷെ അമിതാഭുമായി കൂട്ടിച്ചേർക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങൾ പലതും നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെ സിനിമയിൽ തന്റേതായ ഒരു ഇടം, ഒരു ആക്ഷൻ ഹീറോ ആയി അദ്ദേഹം വളർന്നു വന്നു. സൗമ്യനായി ആളുകളോട് ഇടപഴകുന്ന അദ്ദേഹം ഒരു ഘട്ടത്തിൽ സിനിമാ നിർമ്മാണ രംഗത്തേക്കും, വിജയ് ദ ഫിലിംസ് എന്ന പേരിൽ നിർമ്മാണ രംഗത്തേക്കും കടന്നതാണ്. പിന്നീട് രാഷ്ട്രീയത്തിലും അദ്ദേഹം ഒരു കൈ നോക്കിയിട്ടുണ്ട്. ബിക്കാനറിൽ നിന്ന് ഉള്ള BJP MP അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തിയതാണ്. പക്ഷെ പിന്നീട് രാഷ്ട്രീയത്തിൽ അത്രയേറെ സമയം അദ്ദേഹത്തിന് ചെലവഴിക്കാൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അത്തരം രംഗങ്ങളിൽ അദ്ദേഹത്തിന് അത്രയേറെ താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നതാണ് നമ്മൾ അറിയുന്നത്. പിന്നീട് ഈ സമീപകാലത്ത് പൂർണ്ണമായി തന്നെ വിശ്രമ ജീവിതത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹത്തിന് 90ാം പിറന്നാൾ ആഘോഷത്തിനായി യഥാർത്ഥത്തിൽ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. ഡിസംബർ 8ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനം. ആ പിറന്നാൾ ദിവസത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗവും ഉണ്ടാവുന്നത്. ബോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതിഹാസം, ബോളിവുഡിലെ ഒരു ഇതിഹാസം അത് വിടവാങ്ങുകയാണ്. അങ്ങനെ വലിയൊരു നഷ്ടം ബോളിവുഡിന് ഉണ്ടാവുന്നു. അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ അനുശോചനം അർപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ബോളിവുഡ് ഒന്നടങ്കം എത്തുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ ക്രിമേഷൻ സംസ്കാരം നടക്കുന്ന ഇടത്തേക്ക്, വിലേപാർലയിലെ ശ്മശാനത്തിലേക്ക് VVIPകളുടെ ഒരു നീണ്ട നിരയാണ്. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ താരങ്ങൾ കൂട്ടത്തോടെ എത്തുന്നത് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ സൽമാൻ ഖാൻ അടക്കമുള്ളവർ കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സുഹേൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.